ഇതാണ് ഇന്നത്തെ നമ്മുടെ ഡെസ്റ്റിനേഷൻ, കാനഡയിലുള്ള തിരുപ്പതി വെങ്കിടാചലപതി ടെമ്പിൾ. ഇന്ത്യയിൽ വെച്ചിട്ട് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഭഗവാനെ കാണാൻ പോകണം എന്നുള്ളത്. പക്ഷേ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ കാരണം അത് നടക്കാറില്ലായിരുന്നു. പിന്നെ ഞാൻ കേട്ടു ഭഗവാനെ കാണണമെങ്കിൽ ഭഗവാൻ വിചാരിക്കണമെന്ന്. അങ്ങനെ ഇന്ന് ഭഗവാൻ വിചാരിച്ച് ഭഗവാന്റെ അനുഗ്രഹത്തോടെ എനിക്ക് ഭഗവാനെ കാണാൻ കഴിഞ്ഞു. അഷ്ടമി രോഹിണി പ്രമാണിച്ച് വലിയൊരു പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അങ്ങനെ ഞാൻ ഭഗവാനെ കണ്ടു. അഷ്ടമി രോഹിണി പ്രമാണിച്ചെന്ന് പ്രത്യേക പൂജകളൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് 2 മണിക്കൂറോളം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഭഗവാന്റെ നട തുറന്നതും കാണാൻ സാധിച്ചതും. വളരെ പീസ്ഫുള്ളായൊരു അന്തരീക്ഷം, ഭയങ്കര ബ്ലെസ്സിങ് ആയിട്ടൊക്കെ എനിക്ക് തോന്നുന്നു. ശരിക്കും നമ്മുടെ നാട്ടിൽ ഒരു അമ്പലത്തിൽ പോയൊരു പ്രതീതിയായിരുന്നു. വളരെ നമ്മൾ ശരിക്കും മൈൻഡൊക്കെ നമ്മുടെ നല്ലോണം കൂളാക്കി ഒരു പ്രത്യേക ഒരു ഫീലിംഗ് ആയിരുന്നു. ഇത് ഭഗവാനെ പുറത്തേക്ക് എഴുന്നള്ളിക്കാൻ പോവുകയാണ്. അതിനു മുന്നേ അവരെ തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് ശേഷം ഭഗവാനെ രഥത്തിലേറ്റി പുറത്തേക്ക് ഇറക്കുന്നത്. ഇതാണ് ഭഗവാന് എഴുന്നള്ളിപ്പ് നടത്താൻ വേണ്ടിയിട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്ന രഥം. ഇതിന് ശേഷം ഭഗവാനെ വെളിയിലേക്ക് ഇറക്കുന്നതാണ്. ഇപ്പോൾ കാണുന്നത് ഭഗവാനെ വെളിയിലേക്ക് ഇറക്കി ഇനി ഈ രഥത്തിനകത്ത് കയറ്റി ഈ അമ്പലത്തിന് ചുറ്റും ഒരു പ്രദക്ഷിണം വയ്ക്കുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ ഭഗവാൻ എനിക്കായി ഒരുക്കി വെച്ച സർപ്രൈസ്. അങ്ങനെ ഭഗവാന്റെ രഥം വലിക്കാൻ എനിക്കും ഒരു ഭാഗ്യം ലഭിച്ചു. ഏറ്റവും ഫ്രണ്ടിൽ നിന്നിട്ട് ഭഗവാന്റെ രഥം വലിച്ച് അങ്ങനെ ഞങ്ങളൊരു പ്രദക്ഷിണം ചെയ്തു. എന്നാലിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ഇനി നല്ലോണം വിശന്നു കേട്ടോ. പിന്നെ നമുക്കവിടെ പ്രസാദം ഉണ്ടായിരുന്നു, മോരും വെള്ളം ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചിട്ട് ഒന്നും കൂടി അകത്ത് കയറി ഭഗവാനോട് എല്ലാത്തിനും നന്ദി പറഞ്ഞു. എൻ്റെ കൂടെ ഇനിയും നിൽക്കണം, ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.